നമസ്കാരം. കേരളത്തിൽ ഇന്ന് ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് തൃശ്ശൂർ. ഇലക്ഷന് ശേഷം വലിയ തരത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ വിജയിക്കുമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് തൃശ്ശൂരിലെ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഹരിപ്രസാദ്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിയുടെ വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പിച്ച് പറയുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ കണ്ടിരുന്നു. എന്താണ് ഇങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അദ്ദേഹം ജയിക്കുമെന്നുള്ള എൻ്റെ തോന്നലാണ് അത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം. അതിനേക്കാൾ ഉപരി ഇവിടെ നമ്മൾ തൃശ്ശൂരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബി.ജെ.പിക്ക് എതിരെയുള്ള ഒരു ആക്ഷനാണ് അല്ലെങ്കിൽ ഒരു ടീമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. അവര് കേരളത്തിലൊരു സൗഹൃദ മത്സരം നടത്തി ഇവിടെ അതത് മേഖലകളിൽ ആർക്കാണോ ശക്തി അവർ ജയിച്ചു പോവുക എന്നുള്ളത് പരീക്ഷിക്കുന്നതിന് ബദലായിട്ട് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനൊക്കെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് സത്യത്തില് കേന്ദ്രത്തിൽ മോദി വരാൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും ധാരണയുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇത് ഒരു പരിധി വരെ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഇവര് തമ്മിലുള്ള വഴക്ക് പോലെയുള്ള അവസ്ഥയൊക്കെ വലിയൊരു ശതമാനം വരെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഹാർഡ് കോർ പാർട്ടിക്കാരല്ലാത്ത ആൾക്കാരുടെ ഇടയിലും വലിയൊരു എന്തിനാ ഞങ്ങൾ വോട്ട് ചെയ്യണേ എന്നുള്ളൊരു തോന്നൽ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി ഞാൻ ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ പല തരത്തിലുള്ള എൻ്റെ പരിചയത്തിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടല്ല. എൻ്റെ സുഹൃത്ത് വലയത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അതുപോലെ തന്നെ ബി.ജെ.പിക്കാരുണ്ട്, സംഘപ്രവർത്തകരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് ഓരോരോ മേഖല തിരിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് വിഭിന്നമായിട്ട് 2019 നിന്ന് വിഭിന്നമായിട്ട് ഒരു വോട്ടിംഗ് പാറ്റേൺ തൃശ്ശൂരിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അത് വളരെ സ്പെസിഫിക് ആയിരുന്നു. ന്യൂനപക്ഷ മേഖലകൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ ശക്തിയുള്ള മേഖലകളിലൊക്കെ തന്നെ ഹെവി ആയിട്ടുള്ള പോളിംഗ് കഴിഞ്ഞ തവണ നടന്നിരുന്നു. അതിപ്പോൾ ചാവക്കാട് മേഖല, നാട്ടികേല തീരദേശ മേഖല, മറ്റേ താന്യം പഞ്ചായത്തിലെ ഒരു കുറച്ച് ബൂത്തുകൾ, ചേർപ്പ് പഞ്ചായത്തിലെ 166, 67, 68, 69 തുടങ്ങിയിട്ടുള്ള ബൂത്തുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള, എനിക്ക് തോന്നുന്നത് ചേർപ്പിലെ 166, 169 വരെയുള്ള ബൂത്തുകളിലൊക്കെ ഏകദേശം ഒരു 60% മുസ്ലിം വോട്ടുകളുള്ള മേഖലകളാണ്. അവിടെയൊക്കെ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഒരു ഉത്സാഹം ഇത്തവണ വോട്ടിങ്ങിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ ആ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവാൻ സാധിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എക്സാക്ട് ബൂത്തിന്റെ നമ്പർ ഓർക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ചേർപ്പ് മേഖലയിൽ നാട്ടിക മണ്ഡലത്തിൽ ചേർപ്പ് പഞ്ചായത്തിൽ 166, 67 ആ ഭാഗത്ത് ഏകദേശം 80% മുസ്ലിം വോട്ടുള്ള 1-2 ബൂത്തുകളിൽ കേവലം 64, 66% പോൾ ചെയ്തിട്ടുള്ളത്. അത് ലെസ് ദാൻ 70 എന്ന് പറയാം നമുക്ക്. കാരണം മരിച്ച ആൾക്കാരുടെയും ഇരട്ടിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് പിടിച്ചാൽ തന്നെ ലെസ് ദാൻ 70 പോൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണയൊക്കെ 78, 80, 82, 84 ഒക്കെ ചെയ്തിട്ടുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കോമൺ ആയിട്ടൊരു പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ തവണ. ആ ഒരു പാറ്റേൺ ഇത്തവണ ഈ പോളിങ്ങില് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ശതമാനം വോട്ടുകൾ ഇത്തവണ സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. ഒരു 24% വരും ക്രിസ്ത്യാനികൾ ടോട്ടലില്. അപ്പോൾ ഒരു 10,81,000 വോട്ടാണ് നമ്മളവിടെ പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 4/1 എന്ന് പറയുമ്പോൾ ഒരു 2,70,000 വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് സുരേഷ് ഗോപി ഒരു 40,000 to 50,000 വോട്ട്സ് പിടിക്കും എന്നുള്ളത് നമ്മൾ പരിചയമുള്ള ക്രിസ്ത്യാനികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് അത്തരത്തിലൊരു 20% വോട്ട് സുരേഷ് ഗോപിക്ക് 20% വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അദ്ദേഹം ജയിക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ എൻ്റെ കണക്ക് വളരെ സിമ്പിളാണ്. 10,81,000 വോട്ടാണ് തൃശ്ശൂർ പോൾ ചെയ്തിട്ടുള്ളത്. 10,81,000 ഈ 10 ലക്ഷം പിന്നെ മറ്റേ പോസ്റ്റലും കൂടെ കൂട്ടുമ്പോൾ 10,90 വരും എന്ന് വിചാരിക്കുന്നു.
പോസ്റ്റല് അതുപോലെ ഈ വയസ്സായവരെ വീട്ടിൽ പോയിട്ട് ഒട്ടിപ്പിച്ചതൊക്കെ കൂട്ടുമ്പോൾ ആ 10,90,000 3 ലക്ഷത്തിൽ കുറയാതെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും തൃശ്ശൂർ വോട്ട് കിട്ടും. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും 3 ലക്ഷം ഉറപ്പാണ്. അപ്പൊ 9 ലക്ഷം വോട്ടുകൾ അത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് പോയി. കഴിച്ചു ബാക്കിയുള്ള 1.90 ഒരു 70,000 വോട്ട് അല്ലെങ്കിൽ ഒരു 75,000 വോട്ട് സുരേഷ് ഗോപിക്ക് പിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മറികടക്കാൻ പിന്നെ 2 സ്ഥാനാർത്ഥികൾക്കും സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തവണ സ്ത്രീകളുടെ ഇടയിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്ത്രീകൾ കൂടുതലായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ കൂടെ സ്ത്രീകളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000 അടുത്ത് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അഡീഷണൽ കേട്ടാ, അതായത് 3 ലക്ഷത്തിന്റെ മുകളിൽ സുരേഷ് ഗോപിക്ക് കിട്ടാൻ സാധ്യതയുള്ള പുതുതലമുറ വോട്ടുകളിൽ വലിയൊരു ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ BJPക്കും തമ്മിൽ ഡിവൈഡ് ചെയ്യപ്പെടും. PSFI അതുപോലെ തന്നെ AIYF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള DYFI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ചിന്തക്കനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഈ ഞാൻ പൊതുവിൽ പറയാറുണ്ട് ഇൻസ്റ്റഗ്രാം യൂത്ത്, ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് കടന്ന യൂത്ത് ഉണ്ട്. ലോകത്ത് നടക്കുന്ന ഒന്നിനെയും പറ്റിയിട്ട് വലിയ ബോധ്യമൊന്നുമില്ലാത്ത, രാഷ്ട്രീയത്തെ പറ്റി വലിയ മതിപ്പൊന്നുമില്ലാത്ത ഒരു വിഭാഗം. അവര് ഒബ്വിയസ്ലി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് ചാൻസ്. കാരണം 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം. രണ്ടാമത്, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് എല്ലാവർക്കും ധാരണയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ചിന്തിക്കുന്ന യൂത്തിന്റെ ഒരു തൃശ്ശൂരിൽ 1,28,000 വോട്ടുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു വലിയ ശതമാനം സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 20,000 പ്ലസ് സുരേഷ് ഗോപിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ BJPയുടെ നാളിതുവരേക്കുള്ള ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചേർക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ഇത്തവണ. വോട്ട് വെട്ടുന്ന കാര്യത്തില് നടത്തേണ്ടത് BLO അധികാരികളാണ്. വെട്ടാൻ അപേക്ഷ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തു ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഓരോ ചെറിയ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലും വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ BJP വളരെ മുന്നിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുവഴി BJPക്ക് ഒരു 24,000 വോട്ടോളം സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കണക്കുകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ 3,68,000 മുതൽ 3,78,000 വരെ വോട്ടുകൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പിടിക്കുമെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പഞ്ചായത്ത് തലത്തിലുള്ള ഇവാലുവേഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീപ്പല്ല, ഒരു ജനറൽ കണക്കിൽ തന്നെ 3,68 എത്തുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ വിജയിക്കുമെന്ന് പറയുന്ന സുനിൽകുമാർ, എനിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ പാകത്തിലുള്ള ഒരു നമ്പേഴ്സിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം അവരുടെ പാർട്ടി വോട്ടുകളാണ്. ഇത്തവണ തൃശ്ശൂരില് പൊതുവായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് CPIMന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറിന് കിട്ടിയിട്ടില്ല. അത് എണ്ണി പറയാൻ സാധിക്കും. CPIMന്റെ കൃത്യമായ പ്രവർത്തകരിൽ പല ആളുകൾ പോലും ഈ പറയുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ഇല്ല എന്നല്ല, പക്ഷെ വലിയൊരു ഫ്രാക്ഷൻ വോട്ട് ചെയ്തിട്ടില്ല. ഈ വോട്ട് ചെയ്യാത്ത ആളുകള് ഒരു പക്ഷേ CPIയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് അവിടെ പോയാൽ ഭാര്യയും മക്കളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം അവരെ ഇലക്ഷൻ ബൂത്തിലേക്ക് പോകുന്നില്ല, ടൂറ് പോവുക, കല്യാണത്തിന് പോവുക എന്നൊക്കെ പറയുന്ന ഇപ്പോ നാട്ടിക നിയോജക മണ്ഡലത്തിലെ താന്യം ഭാഗത്ത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ആൾക്കാരാണ്. അവര് ഹാർഡ് കോർ CPMകാരാണ്. അങ്ങനെയുള്ള 2 ആൾക്കാര്, 2 ഫാമിലി അന്നത്തെ ദിവസം ടൂറ് പോയി. CPIMകാർ അന്നത്തെ ദിവസം ടൂറ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഒരാളുടെ ഒരു വ്യക്തിയുടെ ഇതല്ല കേട്ടോ പറയണേ. പൊതുവില് CPIMന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു തണുപ്പൻ നയം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണമായിട്ടുള്ള രാഷ്ട്രീയ കോമ്പിനേഷൻ ഞാൻ എൻ്റെ വീക്ഷണമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കണക്കാക്കുന്നത് മുരളീധരൻ വേഴ്സസ് സുരേഷ് ഗോപി എന്നുള്ളൊരു
രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. അതിൽ ഈ മുസ്ലിം വോട്ട് മറ്റേ എന്താ പറയുക ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ ഇടിവും അതുപോലെ തന്നെ മറ്റേ കഴിഞ്ഞ തവണത്തെ ഉണ്ടായിരുന്ന ഒരു തരംഗത്തിന്റെ കുറവും ഒരു പാറ്റേൺ ഇല്ലായ്മയും ഇതൊക്കെ കൂടിയിട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.